ഈ തിന്മകളും പേറി ഈ ധിക്കാരങ്ങളുമായാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് നീ ചെന്നെത്താൻ നിൽക്കുന്നതെങ്കിൽ എന്താണ് സഹോദര നീ വിചാരിക്കുന്നത്? എന്റെ വയസ്സ് ഇത്രയായില്ലേ, നീ തിരിഞ്ഞു നോക്കൂ, എന്താണ് നീ ചെയ്തത്? പണ്ഡിതന്മാരിൽ ചിലർ, വാള്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഉലമാക്കൾ, അവരുടെ ചരിത്രത്തിൽ കാണാം, അവരിൽ ചിലർ കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് നിന്ന് 40ഉം 50ഉം വയസ്സായപ്പോൾ അവരിൽ ചിലർ നരച്ച താടിയും പിടിച്ച് അവരവരോട് തന്നെ കണ്ണാടിയിലേക്ക് നോക്കി ചോദിച്ചിട്ടുണ്ട്, ഇത്ര വയസ്സായി നീ എന്താണ് ഇതുവരെയായി ചെയ്തത്? ഒന്ന് കണ്ണിൽ നോക്കി ചോദിക്കുക, അവനവനോട് ചോദിക്കുക, നീ എന്താണ് ചെയ്തത്? അല്ലാഹു നിനക്ക് നൽകിയ ജീവിതം കൊണ്ട് നീ എന്താണ് നിനക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്? കേട്ടു തീർത്ത സംഗീതത്തിന്റെയും കണ്ടു തീർത്ത സിനിമകളുടെയും വൃത്തികേടുകളുടെയും കണക്കുകളല്ലാതെ ആത്മാർത്ഥമായ ഹൃദയ സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിച്ച ഒരു നിസ്കാരം ജീവിതത്തിൽ ഉണ്ടായിട്ട് കാലം എത്രയായി? സ്വന്തത്തോട് ചോദിക്കുക. മറ്റുള്ളവരെ കുറിച്ച് നീ ചിന്തിക്കേണ്ടതില്ല. പറയുന്ന എന്നെ കുറിച്ച് പോലും നീ ആലോചിക്കേണ്ടതില്ല. അവനതുണ്ടോ ഇവനതുണ്ടോ നീ ആലോചിക്കേണ്ടത്, നിന്നെ കുറിച്ച് നീ ചിന്തിക്കുക. നിന്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി എന്താണ്? അള്ളാഹുവിനോട് എന്ത് ഉത്തരം പറയുമെന്നാണ് നീ വിചാരിക്കുന്നത്? എന്തു പ്രവർത്തനങ്ങളുമായിട്ടാണ് നീ ചെല്ലുന്നത്? ഒരു വേള, ഒരു സമയം, കുറച്ചു നേരം ഒന്ന് ആലോചിക്കുക. കുറച്ചു നേരം നിനക്കും അള്ളാഹുവിനും ഇടയിൽ ഒരാളുമില്ലാതെ നീ ഒന്ന് നിന്റെ ജീവിതം ഒന്ന് വിലയിരുത്തുക. പ്രിയപ്പെട്ട യുവാക്കളെ, പ്രായം ചെറിയ കുട്ടികളെ, ഇസ്ലാമിനെ കുറിച്ച് അറിവ് ലഭിച്ചവരെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാം ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ആവർത്തിച്ച് നമ്മൾ പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഇസ്ലാമല്ലാത്ത മറ്റേതെങ്കിലും കാര്യം അതിനേക്കാൾ വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ സൂറത്തിൽ അള്ളാഹു അതായിരുന്നു നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുമായിരുന്നത്. ഇസ്ലാമിനേക്കാൾ വലിയ വേറൊരു അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിൽ ജീവിക്കുക എന്നതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അത് അവിടെ പറയുമായിരുന്നു. ഹിദായത്ത് ഏറ്റവും വലിയ വിലയാണ്, അത് നീ നിസ്സാരമായി കാണരുത്.